ഇതിപ്പോൾ എന്താണ് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ലേ? ശരിക്കും കണ്ടാൽ ഒരു പ്രേതാലയം പോലെ ഉണ്ടല്ലേ? നമ്മൾ വിചാരിച്ചാലേ കാട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണേലും പ്രേതാലയത്തിലുള്ളതാണേലും നമുക്ക് പൊന്നാക്കി എടുക്കാമല്ലേ? ഇതിൻ്റെ ലുക്ക് മൊത്തത്തിലൊന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ഗാർഡനിൽ നല്ലൊരു സ്ഥാനം കൊടുക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ വെളിയിൽ അത്യാവശ്യം മഴയുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡ് നമ്മുടെ വീട്ടിലൊരു ഹോം ഷോപ്പ് ഉണ്ടായിരുന്നു കുറേ നാൾ മുന്നേ. അപ്പോൾ അന്ന് അതിലൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് മേടിച്ചതാണ്. വീട്ടിൽ പിന്നെ എല്ലാവരും ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ, മീൻസ് ഞാൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഹോം ഷോപ്പ് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാത്ത കാരണം അതങ്ങ് സ്റ്റോപ്പായി. പിന്നെ ഞാൻ അതിനെടുത്ത് ഇതുപോലെ ചെടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെടിയുടെ ഓൺലൈൻ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അതും കുറേ നാളൊക്കെ നല്ല രീതിയിൽ പോയി. പിന്നെ ഒട്ടും ടൈമില്ലാതായപ്പോൾ അതും അങ്ങനെ പോയി. എന്തായാലും അതിനുശേഷം നമ്മുടെ ഈ സ്റ്റാൻഡ് വെയിലും മഴയും ഒക്കെ കൊണ്ട് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇയാളെ മൊത്തത്തിലൊന്ന് മാറ്റി തേച്ചൊരച്ച് കുളിപ്പിച്ച് കളറൊക്കെ മാറ്റി ഒന്നെടുക്കണം. അതെന്തായാലും അതിലിരുന്ന സാധനങ്ങളൊക്കെ പിറക്കി മാറ്റിയിട്ട് ഞാൻ തൂത്തുവാരി നമ്മുടെ ഈ സാൻഡ് പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കുന്നുണ്ട്. തുരുമ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. മോനും കൂടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. മോൻ മാത്രമല്ല ഇക്കായും കൂടിയിട്ടുണ്ട്. കാരണം എല്ലാവരും ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ കേട്ടോ. എല്ലാവരും ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിന്നറിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം. വാഷ് ചെയ്തൊക്കെ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, ഇതിന് നമുക്ക് വേറൊരിടത്തേക്ക് മാറ്റി വയ്ക്കണം, ഇവിടെ നല്ല വെയിലായിട്ടുണ്ട്. ഓഹോയ് ഓഹോയ്, അതിന് ഞങ്ങളിതിനെ വേറെടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് കമ്പാരിറ്റീവ്ലി ഞങ്ങൾക്ക് കുറച്ച് വെയിൽ കുറവുള്ള പ്ലേസ്. നമ്മളെന്തായാലും നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് ഇത് ചെയ്തു വെച്ചത്. നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചൂടത്ത് ഈ പണിക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ വളരെ ടയേർഡാവുമേ. ഇതിനൊന്ന് നൂത്ത് വെക്കാനായിട്ട് ആദ്യം എന്നോട് പറഞ്ഞു താഴെ ഇറങ്ങാൻ, പിന്നെ പറഞ്ഞു മോളിൽ കയറാം. പാവം എനിക്കറിയില്ലല്ലോ ഇതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ. എന്തായാലും കൂടെ നിൽക്കുക തന്നെ. ഇന്നിപ്പോൾ ആവശ്യം നമ്മുടേതാണല്ലോ അല്ലേ? അപ്പോൾ ഇതിന് അവിടെ ചരിച്ചാണ് നമ്മൾ ഈ സ്റ്റാൻഡ് വെച്ചിരുന്നത്. ഇതിനകത്തിരിക്കുന്ന ആ പലകയെല്ലാം നമുക്ക് നൂത്ത് വെക്കണേ. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. മോനും സ്ക്രൂ ഒക്കെ ഇളക്കാൻ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നേ. ഇതിനെല്ലാം ഇതുപോലെ നൂത്ത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാനും ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇനി നമുക്ക് ഇതിനെ പെയിൻ്റ് അടിച്ച് ഇതിൻ്റെ ലുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ലുക്ക് മാറ്റണമെങ്കിൽ പെയിൻറ്റ് മുഖ്യമല്ലേ? മെറ്റാലിക് പ്രൈമറും വൈറ്റ് കളറുമാണ് മേടിച്ചിട്ടുള്ളത്. ഇനാമൽ പെയിൻ്റാണ്. കാരണം നമുക്ക് മെറ്റലിൽ അടിക്കാൻ ഇനാമൽ പെയിൻ്റാണ് ബെറ്റർ ആയിട്ടുള്ളത്. ഒരു ഷൈനിങ്ങും ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രൈമർ ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. നമ്മൾ വൈറ്റ് ഷെയ്ഡ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം പ്രൈമറും നമ്മുടെ വൈറ്റ് പെയിൻറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ട് കൊടുക്കാനാണ്. കുറച്ച് പ്രൈമർ എടുത്തതിന് ശേഷം അത്രയും തന്നെ വൈറ്റ് പെയിൻറ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് അടിക്കാനാണ് മോൻ എൻ്റെ ചുറ്റും കൂടിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വഴക്കൊക്കെ നടക്കുന്നുണ്ട്. അതാണ് നിങ്ങളിങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ മാറി മാറി കാണുന്നത്. പെയിൻറ്റ് അടിക്കാൻ അവനും ബ്രഷ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ബഹളം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേനും ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുണ്ട്. എന്താണോ അത് നമുക്ക് ഫൈനലി കാണാം ഏത് ഷെയ്ഡാണെന്നുള്ളത്. എന്തായാലും നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. മൊത്തം തുരുമ്പിച്ചിരിക്കുകയാണ്. അതിനാണല്ലോ നമ്മളെ കഷ്ടപ്പെടുന്നതല്ലേ? ആ തുരുമ്പൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എന്തായാലും മോൻ ഇവിടുന്ന് പിണങ്ങി പോയിട്ടുണ്ടെന്നേ കാണുന്നില്ല. കുറച്ച് സമയത്ത് പിന്നെ അവനെ കാണാനില്ലായിരുന്നു. ഇക്ക അവിടെ ഒരു റോളർ മേടിച്ചിട്ടുണ്ട്, അതിന്മേലാണ് പണി. അതിൻ്റെ സ്റ്റിക്ക് മേടിച്ചിട്ടില്ലായിരുന്നു, റോളർ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. എന്തായാലും ഒരു സ്റ്റിക്കൊക്കെ ഒപ്പിച്ചെടുത്ത് അതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ റോളർ വെച്ച് അടിക്കാൻ നല്ല ഈസിയാണേ. എനിക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ റോളറിനായി അവിടുത്തെ പിടിയും വഴക്കും. മോൻ അത് കണ്ടപ്പോൾ മോൻ എവിടെ നിന്ന് വന്നിട്ട് അത് വേണമെന്നുള്ള വഴക്കായി. ഞാൻ ചെയ്തപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് വെച്ച് ചെയ്യാന്നുള്ളതായി. പിന്നെ എന്തായാലും നമ്മൾ തോറ്റെടുക്കുക തന്നെയല്ലേ. ഞാൻ ബ്രഷ് വെച്ച് അടിച്ചു. അതിന് ഒരു കോട്ട് നമ്മൾ അടിച്ച് ചേർന്നിട്ടുണ്ട്. അവസാനം ഫിനിഷൊക്കെ ചെയ്തപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് വൈറ്റ് പെയിൻറ്റ് അടിക്കാനായിട്ട്. ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്ത വീട്ടിലെ ഒരു അക്ക വന്നിട്ടുണ്ടായിരുന്നേ. എന്നോട് പറയുമായിരുന്നു ഈ പണിയുണ്ടല്ലേ, എന്നാൽ പിന്നെ ഞാൻ കുറച്ച് പണിയൊക്കെ പിടിച്ച് തന്നേനെയല്ലോ, കമ്മീഷൻ തന്നാൽ മതി എന്നുള്ളത്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ, പെയിൻറ്റിങ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ച് നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാമല്ലോ അല്ലേ. നമ്മളൊരു വട്ടം അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ അവർ വിളിക്കാൻ ചാൻസ് ഇല്ലെന്നല്ലേ ഉള്ളൂ അല്ലേ.
കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ മോൻ അവൻ്റെ പിണക്കമൊക്കെ പതിയെ അങ്ങ് മാറ്റി വെച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബ്രഷ് അവനും കൊടുത്തു. പിന്നീട് ഞാൻ ആ റോളർ വെച്ച് അടിക്കാൻ തുടങ്ങി. ഫൈനലി എൻ്റെ തീരുമാനത്തിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വൈറ്റ് പെയിൻ്റാണ് ഫൈനൽ കോട്ടായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ കളർ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവസാനം സെക്കൻഡ് കോട്ടും ഞാൻ ഈ കളർ തന്നെ കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇനി ബാക്കി വീഡിയോ ഉണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. കാരണം ഇതിനകത്ത് നമ്മൾ എന്താ ചെടിയാണ് വെക്കാൻ പോകുന്നത്, എവിടെയാണ് വെക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ കളറൊക്കെ ഇഷ്ടമായോ, ഈ വീഡിയോ ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.